പ്രിയപ്പെട്ട കുട്ടികളെ, ഇപ്പം നമ്മളെല്ലാവരും വിദ്യാലയ ചരിത്രമൊക്കെ മനസ്സിലാക്കി. നമ്മുടെ ആനമങ്ങാട് UP സ്കൂളിൻ്റെ ആരംഭം മുതൽക്ക് ഇന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ നോട്ട് ബുക്കിലുണ്ട് അല്ലേ? വിദ്യാലയ ചരിത്രം. അതിന് നമുക്ക് വിദ്യാലയത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. വിദ്യാലയം ആരംഭിച്ചതെന്നാണ്, ആരായിരുന്നു മാനേജർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ തുടക്കം മുതൽക്ക് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചപ്പോൾ അത് വിദ്യാലയത്തിൻ്റെ ചരിത്രമായി. ഈ വിദ്യാലയത്തിന് മാത്രമാണോ ചരിത്രമുള്ളത്? മറ്റെന്തിനൊക്കെ ചരിത്രമുണ്ട്? വ്യക്തികൾക്ക് ചരിത്രമുണ്ട്. നിങ്ങൾ ഗാന്ധിജിയെ കേട്ടിട്ടില്ലേ? നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത് വ്യക്തി. ആ ഗാന്ധിജിയെക്കുറിച്ച് നിങ്ങൾ കാര്യങ്ങൾ എവിടുന്നാണ് മനസ്സിലാക്കുക? അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകമുണ്ട് അല്ലേ? അദ്ദേഹത്തിൻ്റെ ജനനം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള പുസ്തകമുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചരിത്രമാണ്. ആ പുസ്തകം വായിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തികളുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ അങ്ങനെ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. അതുപോലെ ഒരു നാടിന് ചരിത്രമുണ്ട്, ഒരു സ്ഥാപനത്തിന് ചരിത്രമുണ്ട്. ഉദാഹരണമായിട്ടൊരു വായനശാല. ആ വായനശാലയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ചരിത്രം അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എന്നാണ് വായനശാല ഉണ്ടായത്? ആരാണത് ആരംഭിക്കാൻ മുൻകൈ എടുത്തത്? അവിടെ ആ തുടക്കത്തിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു, എത്ര പുസ്തകങ്ങളുണ്ടായിരുന്നു, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വായനശാലയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഒരു രാജ്യത്തിനും ചരിത്രമുണ്ട്. നമ്മുടെ രാജ്യം ഇന്ത്യക്ക് ചരിത്രമുണ്ട്. അപ്പം എന്താ ഈ ചരിത്രം എന്നുള്ളതിന് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ വേണ്ടേ? മനുഷ്യൻ കാലങ്ങളായി നേടിയെടുത്ത പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. എന്താണ് ചരിത്രം? മനുഷ്യൻ കാലങ്ങളായി നേടിയെടുത്ത പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. അപ്പോൾ വിദ്യാലയ ചരിത്രം എഴുതാൻ നമ്മളെ സഹായിച്ചത് ആരൊക്കെയാ? നമ്മൾ ആരോടൊക്കെ വിവരങ്ങൾ ചോദിച്ചത്? നമ്മുടെ പ്രദേശത്തുള്ള മുതിർന്ന ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും. നമ്മൾ ഹെഡ് മാസ്റ്ററോട് ചോദിച്ചിട്ടുണ്ടാവും, മാനേജറോട് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ കുറേ ഇപ്പോൾ മുൻകാല അധ്യാപകരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ടുണ്ടാവും. കുറേ ആളുകളിൽ നിന്നുള്ള കേട്ടറിവുകൾ നമ്മൾ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി. കേട്ടറിവുകൾ മാത്രം പോരാ, കുറേ വിവരങ്ങൾ നമുക്ക് കിട്ടിയത് സ്കൂളിനെ സംബന്ധിച്ചുള്ള പല രേഖകളിൽ നിന്നാണ്. ഉദാഹരണമായിട്ട് സ്കൂളിൽ ചേർന്ന വിദ്യാർത്ഥികളുടെയൊക്കെ വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു പുസ്തകമുണ്ട്. അഡ്മിഷൻ രജിസ്റ്റർ എന്നാണ് അതിൻ്റെ പേര്. ഈ അഡ്മിഷൻ രജിസ്റ്ററിൽ നിന്ന് നമുക്ക് ഒരുപാട് വിവരങ്ങൾ ലഭിച്ചു വിദ്യാലയത്തെ കുറിച്ചിട്ട്. ആദ്യം ചേർന്ന വിദ്യാർത്ഥി, ആദ്യം ചേർന്ന അധ്യാപകൻ, തുടക്കത്തിൽ എത്ര കുട്ടികൾ, അങ്ങനെ കുറേ വിവരങ്ങൾ നമുക്ക് ആ അഡ്മിഷൻ രജിസ്റ്റർ എന്നാണ് ലഭിച്ചത്. അപ്പോൾ കേട്ടറിവുകൾ മാത്രമല്ല, കണ്ടറിവുകളും ചരിത്രം എഴുതാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതായത് എഴുതപ്പെട്ട രേഖകൾ, അത് പരിശോധിച്ചിട്ട് നമുക്ക് കുറേ വിവരങ്ങൾ കിട്ടി. അപ്പോൾ ഈ എഴുത്തുവിദ്യയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ മനുഷ്യർ ഉണ്ടായിരുന്നു അല്ലേ? ആ കാലഘട്ടത്തെ കുറിച്ചിട്ട് നമുക്കപ്പോൾ എങ്ങനെയാ വിവരം കിട്ടിയിട്ടുണ്ടാവുക? ഉദാഹരണം, നമ്മുടെ പ്രാചീന മനുഷ്യർ കാട്ടിൽ ഗുഹകളിലൊക്കെ കഴിഞ്ഞിരുന്ന അവരുടെ ജീവിതം, അതിനെക്കുറിച്ച് നമുക്ക് എവിടുന്നാ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കുക? അന്ന് എഴുതാനൊന്നും അറിയില്ല, അവർക്ക് വീടില്ല, ഭക്ഷണം കാട്ടുമൃഗങ്ങളെ വേട്ടയാടിയിട്ടൊക്കെ കഴിച്ചിരുന്ന ആ കാലഘട്ടം. ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എവിടുന്നാ കിട്ടിയിട്ടുണ്ടാവുക? നിങ്ങൾക്കറിയോ? അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഉപകരണങ്ങളും അവരുടെ ഗുഹകളിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങളുമൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഭൂമിയിൽ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും അവരുടെ ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്.
അത് പരിശോധിച്ചിട്ട്, അവർ വരച്ച ഗുഹാചിത്രങ്ങൾ പരിശോധിച്ചിട്ട് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ ചരിത്ര സ്രോതസ്സുകളാണ്. എഴുത്തുവിദ്യ കണ്ടുപിടിക്കുന്നതിന് മുന്നുള്ള കാലഘട്ടത്തെക്കുറിച്ച് വിവരം നൽകിയത് അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഉപകരണങ്ങളും അവരുടെ ഗുഹാചിത്രങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കാലഘട്ടം ചരിത്രാതീത കാലം എന്നാണ് അറിയപ്പെടുന്നത്. എഴുത്തുവിദ്യ കണ്ടുപിടിക്കുന്നതിന് മുൻപുള്ള ആ കാലഘട്ടം ചരിത്രാതീത കാലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എഴുത്തുവിദ്യ കണ്ടുപിടിച്ച കാലം എന്താ അറിയപ്പെടുക? ചരിത്രകാലം. എന്താ പറയുന്നത്? ചരിത്രകാലം എന്നാണ് എഴുത്തുവിദ്യ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തിന് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളെ പാഠപുസ്തകത്തിൽ ചരിത്രകാലവും ചരിത്രാതീത കാലവും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ ചിത്രങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട് ബുക്കിൽ എന്താണ് ചരിത്രകാലം, എന്താണ് ചരിത്രാതീത കാലം എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി വെക്കണം. എന്താണ് ചരിത്രാതീത കാലം? എഴുത്തുവിദ്യ കണ്ടുപിടിക്കുന്നതിന് മുൻപുള്ള കാലമാണ് ചരിത്രാതീത കാലം. എഴുത്തുവിദ്യ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള കാലമാണ് ചരിത്രകാലം. ഇത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ വ്യക്തമായി എഴുതി കള്ളിയൊക്കെ വരച്ച് സ്കെച്ച് കൊണ്ടൊക്കെ ഔട്ട്ലൈനൊക്കെ കൊടുത്ത് നല്ല വൃത്തിയിൽ എഴുതി വെക്കണം കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം എന്താ അറിയോ? ഈ ചരിത്രകാലവും ചരിത്രാതീത കാലവും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് കണ്ടെത്താൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. നമുക്കതൊരു പട്ടികയൊക്കെ വരച്ച് നല്ല ഭംഗിയിൽ എഴുതി വൃത്തിയായിട്ട് എഴുതി നോക്കിയാലോ? അതൊരു തുടർ പ്രവർത്തനമായിട്ട് ടീച്ചർ തരികയാണ്. ചരിത്രകാലവും ചരിത്രാതീത കാലവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പട്ടികപ്പെടുത്തുക.